ഹായ് എവരിവൺ, ഈസി കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കാമത് ഇഷ്യൂ ഓഫ് ഷെയർസിന്റെ മൂന്നാമത്തെ മെത്തേഡാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് ടു ഡയറക്ടേഴ്സ് ഓർ എംപ്ലോയീസ്. അപ്പൊ അതെന്താ നോക്കാം. ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യണം, 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇതിനെന്ത് ചെയ്യണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ നമുക്ക് നോക്കാം. ഇഷ്യൂ ഓഫ് ഷെയർസ് ടു ഡയറക്ടേഴ്സ് ഓർ എംപ്ലോയീസ് അതെന്താണെന്ന് ചോദിച്ചാൽ, കമ്പനീസ് ഇഷ്യൂ ഷെയർസ് ടു ഡയറക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസ് ആസ് ആൻ ഇൻസെന്റീവ് ടു മോട്ടിവേറ്റ് ദം റീറ്റെയിൻ ലോയൽ ടാലന്റ് ആൻഡ് എൻകറേജ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ്. കമ്പനീസ് ഇഷ്യൂ ഷെയർസ് ടു ഡയറക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസ് ആസ് ആൻ ഇൻസെന്റീവ് ടു മോട്ടിവേറ്റ് ദം റീറ്റെയിൻ ലോയൽ ടാലന്റ് ആൻഡ് എൻകറേജ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ്. അതായത് എംപ്ലോയീസിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും മികച്ച കഴിവുള്ളവരെ കമ്പനിയിൽ നിലനിർത്തുന്നതിനും മാനേജ്മെന്റിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുമായാണ് കമ്പനികൾ ഡയറക്ടർമാർക്കും എംപ്ലോയീസിനും ഷെയറുകൾ നൽകുന്നത്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്, എംപ്ലോയീസിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും മികച്ച കഴിവുള്ളവരെ കമ്പനിയിൽ നിലനിർത്തുന്നതിനും മാനേജ്മെന്റിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുമായാണ് കമ്പനികൾ ഡയറക്ടർമാർക്കും എംപ്ലോയീസിനും ഷെയറുകൾ നൽകുന്നത്. അതുകൂടാതെ ദ 2 കോമൺ മെത്തേഡ്സ് ആർ ESOP ആൻഡ് സെറ്റ് ഈക്വിറ്റി ഷെയർസിംഗ്. ഇതിനായിട്ട് പ്രധാനമായും 2 മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ മെത്തേഡുകൾ ഏതൊക്കെയാണ്? ESOPയും പിന്നെന്താണ് സെറ്റ് ഈക്വിറ്റി ഷെയർസും. ഇത് നമുക്ക് രണ്ടും ഓരോന്നെന്താണ് നോക്കാം. അത് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ESOP ആണ്. ESOP സ്റ്റാൻഡ് ഫോർ എന്താണ്? എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. അതെന്താ നോക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഇതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം പറഞ്ഞിരിക്കുന്നത് ഡെഫിനിഷൻ ആണ്, രണ്ടാമത് ലീഗൽ ഫ്രെയിംവർക്ക്, മൂന്നാമത് കീ ഫീച്ചേഴ്സ്. നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇത് 3 ഇതായിട്ട് എഴുതി പോകാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഈ SOP സ്റ്റാൻഡ് ഫോർ എന്താണ്? എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ ആണ്. അതെന്താ നോക്കുക. ആദ്യം പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ ആണ്. ഡെഫിനിഷൻ മീൻസ് എന്താണ്? നിർവചനം എന്നാണ് പറയുക, അല്ലെ? അപ്പൊ അതിനകത്ത് എന്ത് പറഞ്ഞിരിക്കുന്നത്? gives workers an ownership interest in the company by offering them an opportunity to buy shares at prices usually lower than the market price. എന്താ പറഞ്ഞിരിക്കുന്നത്? Give workers an ownership interest in the company by offering them an opportunity to buy shares at prices usually lower than the market price. അതായത് എംപ്ലോയീസ് കമ്പനിയിൽ ഓണർഷിപ്പ് ഉടമസ്ഥാവകാശം നൽകുന്ന മെത്തേഡാണിത്. എംപ്ലോയീസിന് കമ്പനിയിൽ ഉടമസ്ഥ അവകാശം നൽകുന്ന മെത്തേഡാണിത്. സാധാരണ മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ റേറ്റിലാണ് കമ്പനിയുടെ ഷെയറുകൾ വാങ്ങാൻ എംപ്ലോയീസിന് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ മാർക്കറ്റ് പ്രൈസ് എത്രയാണോ നിശ്ചയിക്കുന്നത്, ആ പ്രൈസിനെക്കാട്ടിൽ കുറഞ്ഞ റേറ്റ് വേണം എന്ത് ചെയ്യാൻ, ഷെയറുകൾ വാങ്ങാനായിട്ട് എംപ്ലോയീസിന് അനുവദിക്കേണ്ടത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ബേക്കറി ചെയിൻ തുടങ്ങിയെന്ന് വിചാരിക്കുക. അവിടെ 2 എംപ്ലോയീസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് അപ്പും മറ്റൊന്നാണ് അമ്മുവാണ്. അപ്പൊ എന്ത് ഞാൻ പറഞ്ഞ, നമ്മൾ എന്ത് ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചത്? ഒരു വലിയ ബേക്കറി ചെയിൻ. ചെയിൻ മീൻസ് എന്താണ്? ചങ്ങല. ആ ഒരു ബേക്കറി തുടങ്ങാനായിട്ട് ഒന്ന് വിചാരിക്കുക. ആ ബേക്കറിയിൽ 2 എംപ്ലോയീസ് ആണ് ഉള്ളത്. ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അപ്പും മറ്റൊന്ന് അമ്മുവാണ്. അപ്പുവിന്റെ ജോലി എന്താണെന്ന് ചോദിച്ചാല്, അവിടെ ഒരു മിടുക്കനായിട്ടുള്ള ഒരു മാനേജർ പോസ്റ്റ് ആണ് അവനവിടെ കൊടുത്തിരിക്കുന്നത്. അമ്മു എന്ന് പറഞ്ഞാല് അവിടെ കേക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. കേക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. ഓക്കെ, ഇതില് 2 ആൾക്കാരുടെ പേര് പറഞ്ഞല്ലോ. അതില് അപ്പുവിന്റെ
ആളെ കുറിച്ചാണ് നമ്മൾ ഈ എസ് ഒ പിക്കകത്ത് പറയുന്നത്. അമ്മു രണ്ടാമത്തെ കേസിനകത്താണ് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് വ്യക്തികളുടെ നമുക്ക് ഒരുമിച്ച് പറയാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു വ്യക്തി എന്ത് ചെയ്യാം, മെൻഷൻ ചെയ്യാം. ഇപ്പൊ നമ്മൾ ആരെ മെൻഷൻ ചെയ്യുന്നത്? അപ്പുവിനെയാണ് അല്ലെ. അപ്പു എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു ബേക്കറില് നല്ല മെഡിക്കലായിട്ടുള്ള ഒരു മാനേജർ പോസ്റ്റിൽ ഇരിക്കുന്ന ആളാണ്. അപ്പൊ നമുക്ക് അവനെ കുറിച്ച് വേണം നമുക്ക് എന്ത് ചെയ്യാം, ഈ എസ് ഒ പി പറയാം. അപ്പൊ നമുക്ക് നോക്കാം. അപ്പു ബേക്കറിയിലെ ബിസിനസ് എല്ലാം നന്നായി നോക്കി നടത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പു വേറെ എങ്ങും ജോലിക്ക് പോകാതിരിക്കാൻ നിങ്ങൾ മീൻസ് ആരാണ്? കമ്പനിക്കാര്. ആ കമ്പനിക്കാര് ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്. ആ ഓഫർ എന്തായിരിക്കും? അപ്പു നീ അടുത്ത ഒരു വർഷം കൂടി ഇവിടെ തുടരുകയാണെങ്കിൽ, അതായത് ബേക്കറി ബിസിനസ് ഉണ്ടല്ലോ, ആ ബേക്കറി ബിസിനസ്സിൽ വീണ്ടും ഒരു വർഷം കൂടെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബേക്കറിയുടെ 100 ഷെയറുകള് ഒരു ഷെയറിന് 50 രൂപ വെച്ച് നിനക്ക് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്ര ഷെയർ കൊടുക്കുന്നത്? 100 ഷെയറുകൾ അല്ലെ. എത്ര ഒരു ഷെയറിന്റെ വില? 50 രൂപ. അപ്പൊ അത് വാങ്ങാനായിട്ട് ഒരു ഓഫർ കൊടുക്കുകയാണ്. ആർക്ക്? അപ്പുവിന്. ഓക്കെ അല്ലേ. ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 200 രൂപയാണ്. അപ്പൊ കുറഞ്ഞത് എത്രയാണ്? 50 രൂപയാണ്. ഓക്കെ അല്ലേ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു വർഷം കഴിഞ്ഞപ്പോൾ അപ്പു തന്റെ കയ്യിൽ നിന്നും പണം മുടക്കി എത്രയ്ക്ക് ഷെയർ വാങ്ങിക്കുന്നത്? 50 രൂപയ്ക്കാണ്. കുറഞ്ഞ വിലയിൽ വാങ്ങിക്കുന്നത്. 50 രൂപയ്ക്ക് എന്ത് ചെയ്യാണ്? ഷെയറുകൾ വാങ്ങിക്കുന്നുണ്ട്. മാർക്കറ്റ് പ്രൈസ് എത്ര പറഞ്ഞിരിക്കുന്ന? 200 രൂപയാണ് അല്ലെ. അപ്പൊ 200 രൂപ വിലയുള്ള സാധനം എത്ര കിട്ടി? അപ്പുവിന് 50 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഈ എസ് ഒ പി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ എസ് ഒ പി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിൽ അതിനെക്കാട്ടി കുറഞ്ഞ വിലയ്ക്ക് എന്ത് ചെയ്യുക? അപ്പുവിന് കൊടുക്കുക. അപ്പോഴാണ് ഷെയറുകൾ എന്ത് ചെയ്യുന്നത്? വാങ്ങുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ ഇത്രയുള്ള സംഭവം. ഓക്കെ അല്ലേ. അപ്പൊ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അപ്പു തന്റെ കയ്യിൽ നിന്നും പൈസ മുടക്കി എന്ത് ചെയ്യുന്നു? 50 രൂപയ്ക്കാണ് ആ ഷെയറുകൾ വാങ്ങുന്നത്. മാർക്കറ്റിലാണെങ്കിൽ 200 രൂപ വിലയുള്ള സാധനം അപ്പുവിന് എത്ര കിട്ടി? 50 രൂപയ്ക്കാണ് കിട്ടിയത്. അപ്പൊ അവന് കുറഞ്ഞ വിലയ്ക്കാണ് കിട്ടിയത്. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് എന്താ പറയുക? ഈ എസ് ഒ പി എന്ന് പറയുന്നത്. അപ്പോൾ എംപ്ലോയീസിന് മാത്രമല്ല ഡയറക്ടേഴ്സിനും അനുവദിക്കാം. അത് കമ്പനി കൊടുക്കുന്ന ഓഫറാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ എസ് ഒ പി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി ഇതിന്റെ ലീഗൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് നിയമപരമായിട്ടുള്ള ചട്ടക്കൂടാണ്. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഗവേൺഡ് ബൈ സെക്ഷൻ 237 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013. അതായത് 2013 കമ്പനീസ് ആക്ട് സെക്ഷൻ 237 പ്രകാരമാണ് ഇത് കൺട്രോൾ ഏർപ്പെടുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി ഇതിന്റെ കീ ഫീച്ചേഴ്സ്, അതിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയെന്ന് ചോദിച്ചാല്, ഇത് പ്രൊവൈഡ്സ് എ റൈറ്റ് ഓർ ബെനിഫിറ്റ് മീൻസ് എന്തോ നോട്ട് ആൻ ഒബ്ലിഗേഷൻ ടു ഡയറക്ടേഴ്സ്, എംപ്ലോയീസ് ഓർ ഓഫീസേഴ്സ് ഓഫ് ദി കമ്പനി, അതായത് ഓർ ഈസ് ഹോൾഡിംഗ് ഓർ സബ്സിഡറി കമ്പനി. അപ്പൊ എന്താ പറയുന്നത്? ഇറ്റ് പ്രൊവൈഡ്സ് എ റൈറ്റ് ഓർ ബെനിഫിറ്റ് ടു ഡയറക്ടേഴ്സ്, എംപ്ലോയീസ് ഓർ ഓഫീസേഴ്സ് ഓഫ് ദ കമ്പനി. അതായത് കമ്പനിയുടെയോ അതിന്റെ ഹോൾഡിംഗ് ഓർ സബ്സിഡറി കമ്പനികളുടെയോ ഡയറക്ടർമാര്, എംപ്ലോയീസ്, ഓഫീസർമാര് എന്നിവർക്ക് ഷെയറുകൾ വാങ്ങാനുള്ള അവകാശം അല്ലെങ്കിൽ ആനുകൂല്യം ഇത് നൽകുന്നുണ്ട്. കമ്പനിയുടെയോ അതിന്റെ ഹോൾഡിംഗ് ഓർ സബ്സിഡറി കമ്പനികളുടെയോ ഡയറക്ടർമാർ, എംപ്ലോയീസ്, ഓഫീസർമാർ എന്നിവർക്ക് ഷെയറുകൾ വാങ്ങാനുള്ള അവകാശം അല്ലെങ്കിൽ ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ്, gives the right to subscribe or purchase shares at a predetermined price on a future date. ഭാവിയില് ഒരു നിർദ്ദിഷ്ട തീയതിയിൽ മുൻകൂട്ടി നിശ്ചയിച്ച വിലയ്ക്ക്, അതാണ് പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ് എന്ന് പറയുന്നത്. പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ് മീൻസ് ഇതാണ് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പ്രൈസ്. ഷെയറുകൾ വാങ്ങാനുള്ള അവകാശമാണിത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലാണോ, 200 രൂപ വില ഷെയർ എന്ത് ചെയ്യുന്നു? 50 രൂപയ്ക്ക് വിൽക്കുകയാണ്. അപ്പൊ ഈ 50 രൂപയാണ് നമ്മളെന്ത് പറയുന്നത്? പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു മാറ്റം വരുത്താൻ പാടില്ല. The consideration for the purchase must be paid in cash. ഷെയറുകൾ വാങ്ങാനുള്ള എമൗണ്ട് പണമായിട്ട് മാത്രമേ എന്ത് ചെയ്യാവൂ? കൊടുക്കേണ്ടതുള്ളൂ. ഷെയറുകൾ വാങ്ങാനുള്ള എമൗണ്ട് പണമായി തന്നെ വേണം എന്ത് ചെയ്യാൻ? കൊടുക്കേണ്ടത്. Shares obtained are non transferable during the lock-in period specified by the company. Shares obtained are non transferable during the lock-in period specified by the company. കമ്പനി നിശ്ചയിക്കുന്ന ലോക്ക് ഇൻ പീരീഡിൽ ഈ ഷെയറുകൾ
മറ്റൊരാൾക്ക് കൈമാറാൻ സാധിക്കില്ല. കമ്പനി നിശ്ചയിക്കുന്ന ലോക്ക് പീരീഡ് എത്ര വർഷത്തേക്കാണോ പറഞ്ഞിരിക്കുന്നത് ആ അത്രയും വർഷത്തേക്ക് ഷെയറുകൾ എന്ത് ചെയ്യാൻ പാടില്ല, മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എത്രയാകും? അപ്പൊ എന്താണ് ഈ SOP എന്ന് പറഞ്ഞാൽ? എംപ്ലോയീസിന് കമ്പനിയിൽ ഉടമസ്ഥാവകാശം നൽകുന്ന പ്രോസസ്സാണിത്. സാധാരണ മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ റേറ്റില് കമ്പനിയുടെ ഷെയറുകൾ വാങ്ങാൻ ഇത് എംപ്ലോയീസിനോ ഡയറക്ടേഴ്സിനോ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. ഇത് എപ്പോഴാണ് കൊണ്ടുവന്നത്? 2013 കമ്പനീസ് ആക്ട് സെക്ഷൻ 237 പ്രകാരമാണ് ഇത് കൺട്രോൾ ഏർപ്പെടുന്നത്. മനസ്സിലോ? അപ്പൊ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ഓർമ്മയില്ലല്ലോ, അപ്പോഴത്തെ എക്സാമ്പിൾ മനസ്സിൽ ഓർത്താൽ മതി. ഓക്കെ, ഇനി രണ്ടാമതാണ് സെറ്റ് ഈക്വിറ്റി ഷെയർസ് അല്ലെ. ഇതിൽ തന്നെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്: ഡെഫിനിഷൻ, പർപ്പസ്, കീ ഫീച്ചേഴ്സ്. അത് നമുക്ക് ഓരോന്നെന്താണ് നോക്കാം. ഈ സെറ്റ് ഈക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് shares issued by a company to its directors or employees at a discount or for non-cash consideration. Shares issued by a company to its directors or employees at a discount or for non-cash consideration. അതായത് കമ്പനിയുടെ ഡയറക്ടർമാർക്കോ എംപ്ലോയീസിനോ പണമല്ലാത്ത മറ്റ് പ്രതിഫലങ്ങൾ പരിഗണിച്ചോ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിലോ നൽകുന്ന ഷെയറുകളാണിത്. ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞു ഓർമ്മയുണ്ടോ? ആരാണ്? അമ്മു ആണ് അല്ലെ. അമ്മു എന്ന് പറഞ്ഞാൽ എന്തോ ഞാൻ പറഞ്ഞത്? അമ്മു എന്ന് പറഞ്ഞാല് എന്താണ്? കേക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞായിരുന്നു. അതെന്താ നമുക്ക് നോക്കാം. അമ്മു കേക്ക് ഉണ്ടാക്കുന്നതിൽ ഭയങ്കര വിദ്വാനമാണ്. കാരണം അമ്മു ഒരു പ്രത്യേകതരം സീക്രട്ട് കേക്ക് റെസിപ്പി സ്വന്തമായി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ റെസിപ്പി കാരണം ബേക്കറിയിലെ കച്ചവടം എന്ത് ചെയ്തു? ഇരട്ടിയായി. അമ്മുവിന്റെ ഈ അറിവിനും അധ്വാനത്തിനും പ്രതിഫലമായി നിങ്ങൾ പറയുന്നുണ്ട്. അതായത് അമ്മു, നിന്റെ ഈ സൂപ്പർ റെസിപ്പിക്ക് പകരമായി ബേക്കറിയുടെ 50 ഷെയറുകൾ ഞാൻ നിനക്ക് സൗജന്യമായിട്ട് തരുന്നുണ്ട്. നീ ഇതിന് പണമൊന്നും തരേണ്ട ആവശ്യമില്ല. ഈ SOP എന്ന് പറഞ്ഞാല് നമ്മൾ പൈസ കൊടുത്ത് ഷെയറുകൾ വാങ്ങിക്കുകയാണ്, അത് കുറഞ്ഞ വിലക്ക്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അതായത് അയാളുടെ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അയാൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അതിനകത്ത് എന്താ സംഭവിക്കുന്നത്? അമ്മോ ഷെയറുകൾ വാങ്ങാൻ പണമല്ല നൽകിയത്, പകരം തന്റെ അറിവും റെസിപ്പിയുമാണ് നൽകിയത്. ഇതാണ് സെറ്റ് ഈക്വിറ്റി എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഈ രണ്ടിന്റെ വ്യത്യാസം എന്താണെന്ന് അറിയാമോ? ഈ SOP എന്ന് പറഞ്ഞാല് കമ്പനി പ്രൈസ് കുറച്ചു കൊടുക്കും, പക്ഷേ എംപ്ലോയീസിന് പണം കൊടുത്ത് തന്നെ വാങ്ങണം ഷെയറുകൾ. സെറ്റ് ഈക്വിറ്റിക്ക് എന്താ പറയുന്നത്? എംപ്ലോയീസിന്റെ അറിവോ അധ്വാനമോ കണ്ട് കമ്പനി ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ 1 ഡിസ്കൗണ്ടിലോ നേരിട്ട് കൊടുക്കാറുണ്ട്. അതാണ് സെറ്റ് ഈക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വ്യത്യാസം. ഇനി അടുത്തത് ഇതിന്റെ പർപ്പസ് ആണ്. പർപ്പസ് എന്ന് പറഞ്ഞതാണ് ലക്ഷ്യമാണ് അല്ലെ. എന്നിട്ട് പറയുന്നത് to reward or compensate them for value additions such as providing intellectual property rights, providing technical know-how, making contributions toward business venture, other physical labor, mental effort, inventions and time. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ലക്ഷ്യമാണ്. അതായത് കമ്പനിയുടെ വളർച്ചയ്ക്കായി അവർ നൽകിയ സവിശേഷമായ സംഭാവനകൾക്ക് പകരമായിട്ടാണ് ഇത് നൽകുന്നത്. ഉദാഹരണത്തിന് പ്രൊവൈഡിങ് ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, അതായത് ഭൗതിക സ്വത്തവകാശം എന്നാണ് ഇത് പറയുന്നത്. രണ്ടെന്നത് പ്രൊവൈഡ് ടെക്നിക്കൽ നോഹൗ, സാങ്കേതിക വിജ്ഞാനം പങ്കുവെക്കുന്നതും. അതുപോലെ മേക്കിംഗ് കോൺട്രിബ്യൂഷൻസ് ടുവേർഡ് ബിസിനസ് വെഞ്ചർ, അവിടെ പ്രാക്ടിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫിസിക്കൽ ലേബർ, മെന്റൽ എഫേർട്ട്, ഇൻവെൻഷൻസ് ആൻഡ് ടൈം. അതായത് ശാരീരിക അധ്വാനം, മാനസിക പ്രയത്നം, പുതിയ കണ്ടുപിടുത്തങ്ങള്, സമയം എന്നിവരുടെ കമ്പനിക്ക് വാല്യൂ അഡീഷൻ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഇവരുടെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വരുന്ന കീ ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചാല് ഡയറക്ട്ലി അലോട്ടഡ് ടു എംപ്ലോയീസ് ഓർ ഡയറക്ടേഴ്സ്. ഇവ നേരിട്ട് എംപ്ലോയീസിനോ ഡയറക്ടർമാർക്കോ അനുവദിച്ച് നൽകുന്നുണ്ട്. ക്യാൻ ബി ഇഷ്യൂഡ് ഫ്രീ ഫോർ ദെയർ കോൺട്രിബ്യൂഷൻസ് അറ്റ് എ ഡിസ്കൗണ്ടഡ് പ്രൈസ് ഓർ പാർട്ട്ലി ക്യാഷ് ഓർ പാർട്ട്ലി ബൈ നോൺ ക്യാഷ്. അതായത് അവരുടെ സംഭാവനകൾക്ക് പകരമായി സൗജന്യമായിട്ടോ കുറഞ്ഞ നിരക്കിലോ അല്ലെങ്കിൽ ഭാഗികമായ പണവും ഭാഗികമായി പണമല്ലാത്തതുമായ രീതിയിലും ഇവയ്ക്ക്
നൽകാം. ഇവിടെ ലോക്ക് ഇൻ പീരീഡ് എന്ന് പറയുന്നത് ആസ് പെർ കമ്പനീസ് അവിടെ പറയുന്നുണ്ട് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചേഴ്സ് റോൾസ്. The shares are subject to a strict 3-year lock-in period during which they cannot be sold or transferred by the holders. ലോക്ക്-ഇൻ പീരീഡ് എന്ന് പറയുന്നത് കമ്പനീസ് റൂൾസ് പ്രകാരം ഈ ഷെയറുകൾ 3 വർഷത്തെ നിർബന്ധിത ലോക്ക്-ഇൻ പീരീഡ് ഉണ്ടായിരിക്കും. ഈ സമയപരിധിക്കുള്ളിൽ ഇവ സെയിൽ ചെയ്യാനോ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ പാടുള്ളതല്ല. അപ്പൊ ലോക്ക്-ഇൻ പീരീഡ് എന്ന് പറഞ്ഞാൽ കമ്പനീസ് അതായത് ഷെയർ ക്യാപിറ്റലോ ഡിബെഞ്ചേഴ്സോ റൂൾ പ്രകാരം ഈ ഷെയറുകൾ 3 വർഷത്തെ നിർബന്ധിത ലോക്ക്-ഇൻ പീരീഡ് ഉണ്ടായിരിക്കും. ഈ സമയപരിധിക്കുള്ളിൽ ഇവ സെയിൽ ചെയ്യാനോ മറ്റൊരാൾക്കോ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളതല്ല. ഇതാണ് സെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടിന്റെ കമ്പാരിസൺ മനസ്സിലായല്ലോ. അപ്പൊ വളരെ സിമ്പിൾ ആണ്. ESOP നമ്മൾ ആരുടെ എക്സാമ്പിൾ പറഞ്ഞത്? അപ്പുവിന്റെ എക്സാമ്പിൾ ആണ് പറഞ്ഞിട്ടുള്ളത്. സെറ്റ് ഇക്വിറ്റിയുടെ ആരുടെ പറഞ്ഞിരിക്കുന്നത്? അമ്മുവിന്റെ എക്സാമ്പിൾ ആണ് അല്ലെ. അപ്പൊ ആദ്യം പറഞ്ഞ എന്താണ് സംഭവം മനസ്സിലായല്ലോ. അവനവിടെ മാനേജർ പോസ്റ്റ് ഇരുന്നത് കൊണ്ടും അടുത്ത വർഷത്തേക്ക് തുടരണമെങ്കിൽ എന്ത് ചെയ്യണം? കുറഞ്ഞ വിലയ്ക്ക് എന്ത് ചെയ്യും? അവരെ ഷെയറുകൾ വാങ്ങാനായിട്ട് പ്രേരിപ്പിക്കും. അമ്മൂന്ന് പറയുമ്പോൾ അയാളുടെ കഠിനാധ്വാനത്തിന്റെ പ്രതിഫലമായിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ ഷെയറുകൾ കൊടുക്കുക ഫ്രീ ആയിട്ട്. അത്രയുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോ വളരെ സിമ്പിൾ ആണ്. ഈ 2 ടോപ്പിക് ചെയ്യണം, നന്നായിട്ട് പഠിച്ചു വെക്കണം. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ESOP സെറ്റ് 2 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, താങ്ക് യു.